ഇന്ന് ഞാൻ വളരെയധികം സന്തോഷ നിമിഷത്തിലാണ്. എൻ്റെ ഒരു കസ്റ്റമർ, എൻ്റെ 6 മാസം മുമ്പ് എൻ്റെ അടുത്തൊരു വാഹനം എടുത്തൊരു കസ്റ്റമർ എനിക്കൊരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അനീഷ്ക, ഗുഡ് മോർണിംഗ്. ഞാൻ ഫെബ്രുവരിയിൽ ഒരു വണ്ടി എടുത്തിരുന്നു. വണ്ടി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി എടുത്ത സമയത്ത് വീട്ടിലൊരു അമൂല്യൊരു ഭാഗ്യം കൂടെ വന്നു. അതായത് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളെ ഫോട്ടോ ഒക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. മറ്റേ വൈഫ് പ്രഗ്നൻ്റായി, 3 പിള്ളേരാണ്, ട്രിപ്ലെറ്റ്സ് ആണ്. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സിസേറിയനായിരിക്കാം. ഏതായാലും ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി എടുത്തതിൻ്റെ ഭാഗ്യം കൂടി ആയിരിക്കാം. അപ്പം ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ പറയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ എനിക്കൊരു 10 മണിക്കാണ് പുള്ളി വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഒരു വോയിസ് ആയിട്ട് അയച്ചത്. ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചൊരു വോയിസ്. ഒരു 2 മണിക്കൂറിന് ശേഷം പുള്ളി ആ സന്തോഷ വിവരം നമ്മൾ അറിയിച്ചു. പുള്ളിക്ക് 2 ആണും ഒരു പെൺകുട്ടിയും പിറന്നിട്ടുണ്ട്. പിന്നെ അവരുടെ വൈഫ് 2-3 കുട്ടികൾക്ക് ജന്മം നൽകി എന്നുള്ള സന്തോഷ വിവരം കൂടി നമ്മൾ അറിയിച്ചു. അപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷവാനായതാണ് നിമിഷം നമ്മൾ പറഞ്ഞ നിമിഷം. എസ്പെഷ്യലി പുള്ളി ഒരു വാഹനം എടുക്കുന്ന ആ വാഹനം കാരണം പലരും അഭിപ്രായപ്പെടും, ഒരു വാഹനം ചിലപ്പോൾ നമ്മുടെ ജീവിതം, ഞാൻ തന്നെ പലരും പറഞ്ഞു, ഒരു വാഹനം ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റി മറിക്കും. പല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ വരും, ചിലപ്പോൾ മോശം കാര്യങ്ങൾ വരും. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാനും പുള്ളിയോടൊപ്പം പങ്കാളിയാൻ വേണ്ടി ഇന്ന് നമ്മുടെ ഓഫീസ് അടച്ചതിന് ശനിയാഴ്ച രാത്രി 8:20 ഓഫീസ് അടച്ചതിന് ശേഷം നമ്മൾ പുള്ളിയുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ 20-25 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാണ്ട് പുള്ളിയുടെ ആ ഒരു ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളുടെ ആ ഒരു സന്തോഷം നമ്മളും കൂടി ആയതിനായിട്ട് പങ്കുചേരാൻ നമ്മൾ പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ആ ഒരു വോയിസ് അയച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങി എഴുതിയത്. അതെ അതെ പിന്നെ ഇവിടെ അടുത്ത് തന്നെയല്ലേ. ചെറിയൊരു പ്രശ്നം പറ്റി, അമ്മയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. സന്തോഷമായിട്ടും ഞാൻ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ അടുത്ത് എത്തിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കൊരു കോൾ വന്നു, പുള്ളിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ഒരു മെഡിസിൻ എന്തോ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എമർജൻസി ആയിട്ട് പുള്ളി പോയി. അപ്പോൾ 1/2 മണിക്കൂർ സമയം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഓൾറെഡി 10-10:30 ഓൾറെഡി നൈറ്റ് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഒരിക്കൽ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ തൽക്കാലം ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 3 കുട്ടികളൊക്കെ ഒരുമിച്ച് കാണാൻ പോകുക എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടിരിക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന്, ഇങ്ങനെ ഒരു ഡെലിവറി ന്യൂ ബോൺ ബേബിയെ കാണാൻ പോകുന്നൊരു അനുഭവം ഉണ്ടായത്. പുള്ളിയാണെങ്കിൽ അതിനേക്കാളും വളരെയധികം സന്തോഷത്തിലാണ്. രാവിലെ മുതൽ എനിക്ക് ഓരോ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ ആ പുള്ളിയുടെ സന്തോഷത്തിൽ ആ ഒരു വാക്കുകൾ എനിക്ക് ആ ഒരു സന്തോഷം ശരിക്കും കാണാമായിരുന്നു. ഏതായാലും വളരെയധികം സന്തോഷമായി. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പുള്ളിക്കടെ ഈ സന്തോഷം എന്നോട് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അറിയിച്ചതുകൊണ്ടാണ് എനിക്കിത് അറിയാൻ പറ്റിയതും പുള്ളിയൊക്കെ നേരിട്ടൊന്ന് കാണാൻ പറ്റിയതൊക്കെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ അറിയിക്കുക.